ശ്രീരാമജയം. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹനുമാൻ സ്വാമിയെ കുറിച്ചിട്ടാണ്. ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിക്ക് ഈ ഭൂലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീരാമചന്ദ്രനാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശ്രീരാമചന്ദ്രസ്വാമി അതേപോലെ സീതയോടുകൂടി സീതാസമേതനായിട്ടുള്ള രാമചന്ദ്രൻ ഹനുമാൻ സ്വാമിയുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്ന ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ, കേരളത്തിലുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ, സ്വാമിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കഥകളും ഒക്കെ ചേർത്ത് കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇങ്ങനെയുള്ള വീഡിയോ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ മുന്നോട്ടേക്ക് പോകാം. താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് മറ്റ് വീഡിയോസ് വരുമ്പോൾ അത് കേൾക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഇപ്പോൾ ഹനുമാൻ സ്വാമിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഒത്തിരി ഒന്നുമില്ലെങ്കിലും നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ ഹനുമാൻ സ്വാമിയുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അത് ആദ്യം തന്നെ പറയുന്നത് ആലുവ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദത്താഞ്ജനേയ ക്ഷേത്രമാണ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, ദത്താത്രേയ സ്വാമിയും ഹനുമാൻ സ്വാമിയുടെയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് എൻ്റെ പേഴ്സണലി വളരെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ എന്ന് പറയുന്നത്. അതുകൂടാതെ പല ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ഹനുമാൻ സ്വാമിയുള്ള കുറച്ച് ക്ഷേത്രങ്ങളും ഉണ്ട്. അതല്ലാതെ ഇനി ഉള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആലത്തിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്, തിരൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന. അതോടൊപ്പം തന്നെ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്, നാട്ടിക ഹനുമാൻ സ്വാമി ക്ഷേത്രം. തൃപ്രയാറിന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണത്. പിന്നെ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന രാഘവപുരം ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഇതൊക്കെയാണ് കുറച്ച് ഹനുമാൻ സ്വാമിയുടേതായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഹനുമാൻ സ്വാമിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്നുള്ള രീതിയിൽ പറയുന്നത് വെറ്റിലമാല, വടമാല, അതുപോലെ വെണ്ണ നിവേദ്യം, അങ്ങനെ സിന്ദൂരം ചാർത്തുന്ന സിന്ദൂരക്കാപ്പ് എന്നൊക്കെ പറയുന്ന വഴിപാടുകൾ വളരെയധികം പ്രാധാന്യമുള്ള വഴിപാടുകളാണ് ഹനുമാൻ സ്വാമിക്ക്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ ഓരോ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഓരോ വഴിപാടിനും അതിൻ്റെതായിട്ടുള്ള ഓരോ കഥകളും പറയാനുണ്ട്. അപ്പോൾ വെറ്റിലമാലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതേ കാര്യം തന്നെ വടമാലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും സീതാദേവി, അതായത് ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്ര മൂർത്തിയും കൂടി ഈ രാവണ വധത്തിന് വേണ്ടി രാവണനുമായിട്ടുള്ള യുദ്ധത്തിനു ശേഷം യുദ്ധം ജയിച്ച് സീതാദേവിയെ അറിയിക്കാനായിട്ട് ഹനുമാൻ സ്വാമി പോകുന്ന സമയത്ത് ഹനുമാൻ തിരിച്ചു പോകുമ്പോൾ എല്ലാത്തിൽ നിന്നും ഹനുമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹിക്കാനായി സീതാദേവി പുഷ്പങ്ങൾ അന്വേഷിക്കുകയുണ്ടായി. ആ സമയത്ത് അവിടെ തൊട്ടടുത്ത് പുഷ്പങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വെറ്റില കൊണ്ട് ഒരു മാല ഉണ്ടാക്കി ഹനുമാൻ സ്വാമിയെ അണിയിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് കഥ തന്നെയാണ് വടമാലയുമായിട്ട് ചേർത്ത്, അതായത് വടവൃക്ഷത്തിന്റെ മാലയാണ് വടമാല. ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടമാല എന്ന് പറയുമ്പോൾ ഉഴുന്നു വട കൊണ്ടിട്ടുള്ള മാല ആണ് വടമാല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ചില ആളുകളിലുണ്ട്. അത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള അറിയാത്ത കാര്യങ്ങൾ, അത് അറിയാതെ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പല വഴിപാടുകളും അല്ലെങ്കിൽ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ്. അപ്പോൾ വടമാല എന്ന് പറയുന്നത് ഈ വടവൃക്ഷത്തിന്റെ മാലയാണ്, ആലിന്റെ മാലയാണ്, എലിയുടെ മാലയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ ഇനി ഈ വഴിപാട്, അതായത് വെറ്റിലമാലയെ കുറിച്ചിട്ട് ആദ്യം പറയാം. വെറ്റിലമാല നമ്മൾ സ്വാമിക്ക് ചാർത്തുന്നത് പലപ്പോഴും നമ്മൾ സ്വയം മാല കെട്ടി ചാർത്തുന്നത്
വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ആളുകൾ ക്ഷേത്രത്തിൽ പോയിട്ടോ ഇവിടുന്ന് മാല വാങ്ങിച്ചിട്ട് ചാർത്താണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊരു വഴിപാടും പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് മാല കെട്ടാം. മാല കെട്ടാൻ അറിയുന്നവര്, കെട്ടാൻ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, നമ്മൾ പൂർണ്ണമായിട്ടും ഓരോന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിന്റെ ഒരു തൃപ്തി എന്നുള്ളതാണ്. മാല കെട്ടുമ്പോൾ എപ്പോഴും ഇരട്ട സംഖ്യ, നമ്മൾ ഒറ്റ സംഖ്യയിലല്ല മാല, വെറ്റില മാല കെട്ടുമ്പോൾ ഇരട്ട സംഖ്യയിൽ വേണം മാല കെട്ടാൻ എന്നുള്ളത് എടുത്തു പറയുന്നു. അതുപോലെ മാല ഓരോ വെറ്റിലയും അതിൽ കുത്തോ അതുപോലെ ഒന്നുമില്ലാതെ വളരെ നല്ല ഒരു വെറ്റില തിരഞ്ഞെടുത്തിട്ട് അങ്ങനെയുള്ള വെറ്റിലകൾ കൊണ്ടുവേണം മാല കെട്ടാൻ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വെറ്റില മാല ഇനി അഥവാ നിങ്ങൾ കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒത്തിരി വീഡിയോസും അവൈലബിൾ ആയിരിക്കണമെന്ന് തോന്നുന്നു, നോക്കുക. അതേപോലെ തന്നെയാണ് വടമാലയും ഹനുമാൻ സ്വാമിക്ക് ചാർത്താവുന്നതാണ്. പിന്നെ വെണ്ണ നിവേദ്യം പറയുന്ന ഒരു വഴിപാട് കൂടിയിട്ടാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് സിന്ദൂരക്കാപ്പ് എന്ന് പറയുന്നത്. സിന്ദൂരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയും ഇതുപോലെ പറയുന്നുണ്ട്. അതായത് ഹനുമാൻ സ്വാമി ഒരിക്കൽ സീതാദേവിയോട് ചോദിക്കുകയുണ്ടായെന്ന് പറയുന്നു, എന്തുകൊണ്ടാണ് ഈ സിന്ദൂരം ചാർത്തുന്നത് എന്നുള്ളത്. അപ്പോ ശ്രീരാമചന്ദ്രന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നും സിന്ദൂരം ചാർത്തുന്നത് എന്നുള്ളത് സീതാദേവി പറയുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു. അപ്പൊ അത് കേട്ട ഉടനെ ഹനുമാൻ സ്വാമി ഒരു വലിയ കൊട്ട സിന്ദൂരം എടുത്ത് ശരീരം, അതായത് തലയിൽ നിന്ന് മുകളിൽ നിന്ന് താഴെ വരെ ശരീരത്തിലേക്ക് കൊടയുക ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും സിന്ദൂരം, അത്രത്തോളം ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ജീവനും അല്ലെങ്കിൽ വളരെയധികം സൗഖ്യവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, ശരീരത്തിൽ മൊത്തം സിന്ദൂരം ചാർത്തുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തില്. അപ്പോ നമ്മുടെ നാട്ടിൽ അത്രത്തോളം വ്യാപകം അല്ലെങ്കിൽ കൂടി നോർത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വഴിപാടാണ് സിന്ദൂരം ചാർത്തുക എന്നുള്ളത്. അത് നിത്യേന ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് സിന്ദൂരം ചാർത്തുക എന്നുള്ളത്. സിന്ദൂരക്കാപ്പ് എന്നുള്ള വഴിപാട് നാട്ടിലും ഉണ്ട്. കൂടുതൽ പ്രാധാന്യം നമ്മൾ വെറ്റിലമാലയും വടമാലയൊക്കെയാണ് എന്നുള്ളതാണ്. എന്തായാലും പിന്നെ ഈ പറയുന്ന വഴിപാടുകൾ, പല വഴിപാടുകൾക്കും പല തരത്തിൽ മറ്റു തരത്തിൽ പറയുകയാണെങ്കിൽ വെറ്റില എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നവർ കൂടുതലായിട്ട് വെറ്റിലമാല ചാർത്താമെന്ന് പറയുന്നു. ഓരോന്നിനും ഓരോ സങ്കല്പം എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, നമ്മൾ എന്ത് സങ്കല്പത്തിനാണെങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിട്ട് വഴിപാട് നടത്തുകയാണെങ്കിൽ ആ വഴിപാട് എന്തിനു വേണ്ടിയിട്ടാണോ അതിനനുസരിച്ചിട്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് ഏറ്റവും ശനിദശ. നമുക്കറിയാം, ശനിദശ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പലരും പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, അസുഖങ്ങള്, അതുപോലെ മറ്റ് സമാധാനക്കുറവ്, സ്വസ്ഥതക്കുറവ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഒരു കഥ, എന്തുകൊണ്ടാണ് ഹനുമാനെ ഭജിക്കുന്നവരെ ശനി ബാധിക്കില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് താൻ ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അതായത് ശനിയുടേതായിട്ടുള്ള ദോഷദൃഷ്ടി ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു വരം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയോട് ശനി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് രണ്ട് കഥകളും ഉണ്ട്. അതിൽ ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമി, അതായത് സേതുബന്ധനം ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് കല്ലുകൾ കൊണ്ട് സമുദ്രത്തിന് കുറുകെ പാലം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഹനുമാൻ സ്വാമി വലിയ വലിയ മലകൾ ചുമന്നുകൊണ്ട് വരുന്ന സമയത്താണ് ശനി ബാധിക്കുന്ന ഒരു സമയം അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിന് ശനി ബാധിക്കുകയും, നമ്മൾ ശനി എന്ന് പറയുന്നത് എന്താണ്, ഹാർഡ് വർക്കാണ്. ശരിക്കും നമ്മൾക്ക് ഡിസിപ്ലിനും ഹാർഡ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒന്നാണ് ശനി, കർമ്മത്തിന്റെ ദേവനാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു സമയത്ത് മറ്റൊരാൾക്കും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് അത്രത്തോളം കഠിനമായിട്ടുള്ള അധ്വാനവും ചിട്ടയായിട്ടുള്ള ഒരു രീതിയും ആത്മീയതയും എല്ലാം കൂടി ചേർന്നിട്ട് ഇനി പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നും തന്നെ ബാക്കിയില്ലാതിരിക്കുന്നതും അത്രത്തോളം ശക്തിയും അദ്ദേഹത്തിന്റെ ഉള്ളിലായിരുന്നത് കൊണ്ട് ശനിക്ക് ആ ഒരു ശരീരത്തിൽ വസിക്കാൻ കഴിഞ്ഞില്ല എന്നും ശനി ആ ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കഥ പറയാനുള്ളത്, രാവണൻ, അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ രാവണന്റേതായിട്ടുള്ള ഭാഗത്തുനിന്ന് എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട്
ശനി വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു ശനിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഏതൊക്കെ ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടി ഉണ്ടോ ആ സമയത്ത് അങ്ങനെയുള്ള ഗ്രഹങ്ങളെ എല്ലാം പിടിച്ചു പൂട്ടി വെച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഹനുമാൻ സ്വാമി ആണ് ഗ്രഹങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. ശനി ഭഗവാനെയും മറ്റ് ഗ്രഹങ്ങളെയും മോചിപ്പിച്ചതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ശനി ഭഗവാൻ നൽകിയ വരമാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരെ ശനി ബാധിക്കില്ല എന്നുള്ളത്. അങ്ങനെയും ഒരു കഥ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഹനുമാൻ ചാലീസ വായിക്കുകയോ അല്ലെങ്കിൽ ഹനുമൽ മന്ത്രങ്ങൾ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മനോജപം മാരുത തുല്യവേഗം എന്ന് പറയുന്ന ആ ഒരു മന്ത്രം ജപിക്കുന്നതോ അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ വായിക്കുന്നത്, നമ്മൾ കൂടുതലായിട്ടും ഹിന്ദിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹിന്ദി ഭാഷയിലല്ല അത് എഴുതിയിരിക്കുന്നത്, ആ ഒരു ഗ്രാമീണ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആ ഒരു സമയത്തുണ്ടായിരുന്ന ഭാഷയിലാണ് അത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഷയിൽ പറയുന്ന ആ ഒരു ഇത് ഇപ്പൊ എല്ലാവർക്കും പലർക്കും ഹനുമാൻ ചാലീസ വളരെയധികം ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ, അതായത് 7 തവണ ഹനുമാൻ ചാലീസ വായിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ബാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ശനിയാഴ്ച ദിവസം, അതായത് പ്രത്യേകതകൾ ചൊവ്വാഴ്ച ദിവസമാണ് ഹനുമാന്റെ പ്രത്യേക ദിവസം എന്ന് പറയുന്നത്. ചൊവ്വാഴ്ചയും ശനിയാഴ്ചയുമാണ്. അപ്പോൾ ശനി ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശനിയുടെ ദോഷമുള്ളവർ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസവും അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസവും വായിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, അതായത് പല തരത്തിലുള്ള അസുഖങ്ങൾ, ശാരീരികം സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റിവിറ്റീസിൽ നിന്നും നമ്മളെ രക്ഷിക്കാനായിട്ട് ഹനുമാൻ സ്വാമിക്ക് സാധിക്കുമെന്നുള്ളത് പറയുന്നു. അപ്പോൾ വടമാല ചാർത്തുന്നത് ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും, വെറ്റിലമാല ചാർത്തുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾക്കും ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട്, അതേപോലെ സിന്ദൂരക്കാപ്പ് ചാർത്താവുന്നതാണ് സമാധാനവും സ്വസ്ഥമായിട്ടുള്ള ജീവിതം, മനസ്സമാധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ദത്താഞ്ജനേയ ക്ഷേത്രം, ആ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് അവിടുത്തെ ഒരു വഴിപാടാണ് നാളികേരം കെട്ടുക എന്ന് പറയും. നാളികേരം അവിടെ നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വഴിപാട് ആ ക്ഷേത്രത്തിൽ ചോദിക്കാവുന്നതാണ്. കാരണം അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വഴിപാടാണ്. ഒത്തിരി ആളുകൾ ചെന്നിട്ട് പറയുന്നതുകൊണ്ട് അവിടെയുള്ള ആളുകൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിരുന്നാലും ചെറിയൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്, ആ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ചെന്നതിനു ശേഷം ഈ വഴിപാട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നാളികേരം വാങ്ങിക്കുക. അതിനുശേഷം ആ ശ്രീകോവിലിന് ചുറ്റും 3 തവണ പ്രദക്ഷിണം, അതായത് ആ നാളികേരവും കൊണ്ട് ശ്രീകോവിലിന് ചുറ്റിനും 3 തവണ പ്രദക്ഷിണം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം എന്തു തന്നെയായാലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ മനസ്സമാധാനക്കുറവോ എന്തുമായിക്കൊള്ളട്ടെ, വിവാഹം നടക്കാത്തവർക്കും അത് ചെയ്യാവുന്നതാണ്. അതുപോലുള്ള ഏത് തരത്തിലുള്ള തടസ്സവും മനസ്സിൽ അത് മാറിക്കിട്ടുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് 3 തവണ പ്രദക്ഷിണം ചെയ്യുക, നാളികേരം കയ്യിൽ വെച്ചതിന് ശേഷം. അതിനുശേഷം ആ നാളികേരം ഏൽപ്പിക്കേണ്ടടുത്ത് എവിടെയാണോ എന്നുള്ളത് ഏൽപ്പിക്കുക. അത് അവിടെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ആ സ്ഥലം അവിടെ നാളികേരം ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും പ്രദക്ഷിണം, അതായത് 41 തവണയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. ഇത് തിരിച്ചവിടെ കൊടുത്തതിനു ശേഷം വീണ്ടും നാളികേരം കയ്യിൽ വയ്ക്കാതെ അവിടെ ഏൽപ്പിച്ചിട്ട് 38 തവണ വീണ്ടും പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ മൊത്തം 41 തവണ പ്രദക്ഷിണം വയ്ക്കുക എന്നിട്ട് വേണം നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് തൊഴുത് മടങ്ങാം. പിന്നെ പറയാനുള്ള ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി 41 ദിവസം, അതുപോലെ 41 ദിവസം വളരെ പ്രത്യേകതകളുള്ളതാണ്. നിങ്ങൾ എന്നാണ് ഈ വഴിപാട് ചെയ്യുന്നത് അന്ന് മുതൽ 41ാമത്തെ ദിവസം തിരിച്ചു വന്നിട്ട് നാളികേരം അഴിക്കണം, അല്ലെങ്കിൽ കെട്ടി വെച്ചിരിക്കുന്നത് അഴിക്കണം എന്നും പറയുന്നുണ്ട്. അതും നിങ്ങളവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഈ വരുന്ന 41 ദിവസം നമ്മൾ മലയ്ക്ക് പോകുന്ന പോലെ ഉള്ള ഒരു വ്രതമാണ്. അത്രയും തീവ്രമായിട്ടുള്ള മറ്റു വ്രതങ്ങളൊന്നും എടുക്കുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ കുറഞ്ഞ പക്ഷം എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിനു ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. അതോടൊപ്പം തന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് വേണം 41ാമത്തെ ദിവസം തിരിച്ചു ചെന്ന് അത് അഴിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇതുപോലുള്ള നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിലോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അത് ഒന്ന്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റെന്തെങ്കിലും തരത്തിൽ ദോഷങ്ങൾ മാറുന്നതിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം. കാരണം അതിലൂടെയാണ് ആളുകൾക്ക് എന്താണ് അറിയേണ്ടത് നമ്മൾ അറിയുന്നത്.
പലരും കമന്റ്സ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പല ആളുകളും ചോദിച്ചതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾക്കും കമന്റ് ചെയ്യാം, അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നും വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.